ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാനിവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു. കിരൺ ഷിഫ്റ്റിന് പോയിരിക്കുക. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് നമുക്ക് ഒരു ഹോം ടൂർ ചെയ്യാം എന്ന് വിചാരിച്ചു. അപ്പം ഞാനിന്ന് നമ്മുടെ വീടും അതുപോലെ പുറത്ത് നമ്മുടെ ജസ്റ്റ് പരിസരമൊക്കെ ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പോൾ അതാണ്, ഇതൊരു 2 ബെഡ്റൂം ഹൗസാണ്. അപ്പോൾ ഞാൻ ഞങ്ങളുടെ വീട് കാണിച്ചു തരാം. അപ്പോൾ ലെറ്റ്സ് ഗോ. ഗൈസ്, ഇതാണ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് എന്ന് പറയുന്നത്. നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇപ്പോൾ ഒരു മരമുണ്ട്. ഒരു പിങ്ക് പൂക്കൾ ഉണ്ടാകുന്ന ഈ മരത്തിൻ്റെ പേരെന്താണെന്ന് അറിയണേ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഭയങ്കര ഭംഗിയാണ്. അത് നിറച്ച് ഒരു ഇല പോലും ഇല്ല, നിറച്ചും ഇങ്ങനെ പൂത്ത് നിന്ന് ആ ആകാശത്തിൻ്റെ കളർ, ആ ബ്ലൂവും പിങ്കും കൂടെ വരും. ഭയങ്കര ഭംഗിയാണ് കാണാൻ. ജീവൻ ഉന്നെ പാർത്ത പോത് വന്നതോ ഏതോ സുഖം ഉള്ളോരത് ഏനോ മനം തള്ളാടത് ഏതോ സുഖം ഉള്ളോരത്. ഇത് നമ്മുടെ നെയ്ബർ അമ്മാമ്മയുടെ വീടാണ്. അവിടെ ഭയങ്കര ഭംഗിയുള്ള കുറേ ഫ്ലവേഴ്സ് ഉണ്ട്. ഈ വയലറ്റ് ഫ്ലവറിൻ്റെ പേര് റോസൈൻ എന്നാണെന്നാണ് പുള്ളിക്കാരത്തി എനിക്ക് പറഞ്ഞു തന്നെ. നമ്മുടെ ഒരു സെമി ഡിറ്റാച്ച്ഡ് വീടാണ്. നമ്മുടെ ഹൗസ് നമ്പർ 148. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ വളരുന്ന യെല്ലോ കളറ് കോമൺ ഡാൻഡലോൺസ് എന്ന് പറഞ്ഞ ഫ്ലവേഴ്സാണ്. അത് ഭയങ്കര നല്ലതാണെന്ന് ഇങ്ങനെ കേട്ടിട്ടുണ്ട്, നമ്മുടെ ലിവറിനും ഒക്കെ. നമുക്ക് അകത്തേക്ക് പോവാം. കയറി വരുന്നവരുടെ നമ്മുടെ കുഞ്ഞു ഷൂ റാക്ക്, അതുപോലെ കീ ഇടുന്ന ഒരു കീ ഹോൾഡറുണ്ട്. ഡൈനിങ് ഏരിയ, TV, ഇത് കിരൺ മോഹൻ്റെ ഏരിയ ആണ് ഗൈസ്. ഈ സ്ഥലമാണ് അവന് ഏറ്റവും ഇഷ്ടം. ആ ചെയറും അതുപോലെ ഫുഡ് റെസ്റ്റും എടുത്ത് ഈ TV ഫ്രണ്ടിൽ വെച്ചിട്ട് ഇരുന്ന് ഗെയിം കളിക്കുക. ഇതാണ് ഗൈസ് എൻ്റെ അടുക്കള. ദിസ് ഈസ് അവർ ബാക്ക് യാർഡ്. അവിടെ നമുക്കൊരു ഷെഡൊക്കെ ഉണ്ട്, ചെറിയൊരു ഷെഡ്. അതിൻ്റെ അകത്ത് ഇപ്പോൾ തൽക്കാലം ഒന്നുമില്ല. നമുക്ക് സൈക്കിളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അതവിടെ വയ്ക്കാവുന്നതാണ്. ഇപ്പോൾ
കുറച്ച് കാർഡ്ബോർഡ് പെട്ടിയും സാധനങ്ങളൊക്കെയാണ് അതിൻ്റെ അകത്ത് വെച്ചിരിക്കുന്നത്. കാര്യമായിട്ടൊന്നുമില്ല. ഈ വാതിൽ തുറന്നു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ പാർക്കിംഗ് ഏരിയ. ഇവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാൻ പറ്റുന്ന പാർക്കിംഗ് ഏരിയ ആണ്. അപ്പോൾ ഈ ലൗഞ്ചും കിച്ചണുമാണ് താഴെയുള്ള. നമുക്കിനി മുകളിൽ പോയി നോക്കാം. മുകളിൽ 2 റൂമും ടോയ്ലറ്റുമാണ് ഉള്ളത്. In this house it's okay to be different. ഇത് ഒരു റൂമാണ്, പക്ഷേ ഇത് ഞാൻ നമ്മുടെ ഒരു ഡ്രസ്സിങ് റൂമായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മുടെ തുണി ഉണക്കാനൊക്കെ ഇടുന്ന സാധനമാണ്. ഇവിടെ കുറേ മിററുണ്ട്. മിറർ നമ്പർ 1, മിറർ നമ്പർ 2. ഇവിടെ സൈഡിൽ കുറച്ച് ബുക്സും സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ബാക്ക് യാർഡാണ്. പിന്നെ ഇവിടെ ഒരു ചെസ്റ്റ് ഡ്രോ ഉണ്ട്. ഇതാണ് എൻ്റെ ഡ്രസ്സിങ് ടേബിൾ. അതിൻ്റെ മുകളിലൊരു പിക്ചറൊക്കെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ടെമൂന്നും ഞാൻ മേടിച്ചതാണ്. ഇത് ബോയിലർ വെച്ചിരിക്കുന്ന ഒരു ഡോറ. എൻ്റെ അത് കാര്യമായിട്ടൊന്നുമില്ല. ഇനി ഇത് ടോയ്ലറ്റ്. കണ്ണാടി അവിടെ എന്തിനാണ് വെച്ചിരിക്കുന്നതെന്ന് പോലും എനിക്കറിയില്ല. ഇതാണ് എൻ്റെ ഐ ലെവൽ. എനിക്ക് കാണത്തില്ലത്. ഏന്തി വെളിഞ്ഞു എല്ലാം നോക്കിക്കഴിഞ്ഞാൽ എന്നാലും ഞാനൊന്നും കാണാറില്ല. ഗായ്സ്, ഇതാണ് ഞങ്ങളുടെ ബെഡ്റൂം. ഇതാണ് ഞങ്ങളുടെ വിശാലമായ വാർഡ്രോബ്. ഇതിന് മൂന്ന് ഇതായിട്ടിങ്ങനെ ഗ്ലൈഡ് ചെയ്യാൻ പറ്റും. ഇത് ഫസ്റ്റ് സെക്ഷൻ. അതെൻ്റെ ഡ്രസ്സാണ്, എൻ്റെ ഉടുപ്പുകളാണ് മൊത്തം. രണ്ടാമത്തെ സെക്ഷനിലും, അതായത് മിഡിൽ സെക്ഷനിലും എൻ്റെ സാധനങ്ങൾ തന്നെയാണ്. മൂന്നാമത്തെ ഇതിൽ അവൻ്റെ ഉണ്ട്. അപ്പോൾ ഇതിൽ 2 ഭാഗവും എൻ്റെ ഉടുപ്പുകൾ തന്നെയാണ്. ഇത് ഇങ്ങനെ കണക്റ്റഡ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഒരുപാട് സ്പേസ് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തോരം ഡ്രസ്സ് വേണമെങ്കിലും അതിൻ്റെ അകത്ത് ഇങ്ങനെ ഇടാൻ പറ്റും. അപ്പോൾ അത് നല്ലൊരു സംഭവമാണ് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഞങ്ങൾ വേറൊരു വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും. ബൈ.